എഴുത്തുകാരൻ വിനയ് തോമസിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട് ഒഴിഞ്ഞു മാറലൊരു കല. അതിൽ അദ്ദേഹം പറയുന്നത്, നാട്ടിൻപുറത്തൊരു ലൈബ്രറിയുടെ ഭാരവാഹിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ നാടിൻ്റെ സംസ്കാരവും വായനക്കാരുടെ നിലവാരമൊക്കെ ഉയർത്താൻ വേണ്ടി കടുകട്ടിയുള്ള സാഹിത്യത്തിൻ്റെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള സാധാരണ റീഡേഴ്സ് പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ എടുക്കണം. അപ്പോൾ വിനയ് പറഞ്ഞു, പൈങ്കിളിക്കാരെ വളർത്താൻ ഉദ്ദേശമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ലഭിക്കാത്ത ലൈബ്രറിയിലേക്ക് ആൾക്കാർ വരാതെ അവർ കലഹിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നിടത്ത് പോയി അലമ്പുണ്ടാക്കാതെ അതിൽ നിന്ന് നൈസായി വിട്ടു നിൽക്കാൻ പുതിയ തലമുറ പഠിച്ചു കഴിഞ്ഞു. വിനയ് പറയാണ്, എൻ്റെ വീട്ടിലത് ഞാൻ കാണുന്നുണ്ട്. പണ്ട് എൻ്റെ ചാച്ചനും മമ്മിയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം തടസ്സം പിടിക്കാനെത്തുക ഞാനും എൻ്റെ സഹോദരങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനും ഭാര്യയും തമ്മിൽ കലഹമുണ്ടാക്കുമ്പോൾ എൻ്റെ 2 മക്കളും അത് നിങ്ങളുടെ മാത്രം പ്രശ്നമെന്ന മട്ടിൽ ഫോണും നോക്കിയിരിക്കുകയാണ് ചെയ്യുക. ഒഴിഞ്ഞു മാറലൊരു മെക്കാനിസമായി പുതിയ തലമുറ സ്വീകരിച്ചു കഴിഞ്ഞു. ദ ഗോസ്പലിൽ ഈശോ പറയുന്ന ഈ മെക്കാനിസത്തെക്കുറിച്ചാണ്. നിങ്ങൾ സുവിശേഷം പറയാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ കാലിലെ പൊടിയും തട്ടി അവിടെ നിന്ന് വിട്ടുപോവുക. ഗാഡ് ഈസ് നോട്ട് ടു ബി ഫോഴ്സ്ഡ് ഓൺ പീപ്പിൾ. ഞാനെന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഒഴിഞ്ഞു മാറലൊരു കലയും മെക്കാനിസവും ഒരു പുതിയ സമരമുറയായിട്ട് സ്വീകരിച്ചിട്ടുള്ള പുതിയ തലമുറയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഗോസ്പൽ പറഞ്ഞാൽ മതിയോ?